ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാളം സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് മച്ചാൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സിനിമയൊക്കെ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് ബോബൻ സാമോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടർ. ഓക്കെ, മച്ചാൻ്റെ മാലാഖ എന്ത് പറയാനാണ് ഈ സിനിമയെ പറ്റി. ഒരു പക്ക ഫെമിനിസ്റ്റ് പടം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമ. ഇത് നമുക്ക് ആണുങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്കുള്ള ഒരു പടം. കാരണം ആണുങ്ങളെയൊക്കെ വെറും കറിവേപ്പിലയാക്കുന്ന സിനിമ. ഇതിനകത്ത് ശാന്തി കൃഷ്ണ, നമിത പ്രമോദ്, സൗബിൻ സാഗർ, ദിലീഷ് പോത്തൻ, തട്ടിൽ ഡേവിഡ്, ആര്യ, ഒട്ടുമിക്ക താരങ്ങളും വരുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഒരു റോൾ ചെയ്യുന്നു. പിന്നെ ഔസേ ബച്ചൻ, ലാൽ ജോസ്, ഇവരൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇത് പഴയ ജഗദീഷിൻ്റെ കാലഘട്ടത്തെ കുടുംബ സിനിമ, പിന്നെ പട്ടണത്തിൽ സുന്ദരൻ എന്നീ സിനിമയുടെയൊക്കെ ഒരു തീമില്ലേ. ഭാര്യയുടെ കുഞ്ഞിനെ ഭാര്യനെയും കാണാൻ സമ്മതിക്കാതെ എതിർക്കുന്ന അമ്മായിയമ്മ, വടി പോലെ നിൽക്കുന്ന ഒരു അച്ഛൻ, ഒരു മൊണ്ണയായ ഭർത്താവ്, ഒരു ചുക്കും ചുണയാത്ത ഭർത്താവ് റോളാണ് ഈ ഒരു സൗബിൻ സാഗർ ഇവിടെ ചെയ്യുന്നത്. ഒരു ചുണയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമേ അങ്ങനെയാണ് കാണിക്കുന്നത്. നമിത പ്രമോദിൻ്റെ കഥാപാത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തെറ്റുകൾ കാണിച്ചിട്ട് ന്യായീകരണം. അവർക്ക് എന്തും ഈ ബസ്സിൽ കയറി ഇരുന്ന് ഉറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ തന്നെ കണ്ടക്ടറാണ് കുറ്റക്കാരൻ, കണ്ടക്ടർ വിളിച്ചില്ല, അല്ലെങ്കിൽ ബോർഡ് നോക്കാതെ അവിടെ ഇരിക്കുന്ന ഒരാളോട് അത് ചോദിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് അത് കണ്ടക്ടർ പറഞ്ഞില്ല എന്നുള്ള രീതിക്കൊക്കെ ഇവിടെയൊക്കെ പക്ക ഫെമിനിസം വാരി വിതറിയൊക്കെയാണ്. പിന്നെ ഇവർ ഈ സിനിമയുടെ കഥ ഇതാണ് എടുത്തു വച്ചിരിക്കുന്നതെങ്കിൽ നല്ലൊരു കോപ്പിയിലെ കഥയെന്നേ ഞാൻ പറയത്തുള്ളൂ. ആണുങ്ങളൊക്കെ വെറും കറിവേപ്പിലയാക്കുന്ന ഒരു സിനിമ. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ പാവം തോന്നിപ്പോയ കാര്യം മനോജ് കെയുവിൻ്റെ കാര്യമാണ്. അയ്യോ, അദ്ദേഹം ഒരു നിസ്സഹായനായ ഭർത്താവും ഒരു പാവപ്പെട്ട ഒരു അച്ഛനും. എന്ത് ചെയ്യാൻ നോക്കിയാണ് ശാന്തി കൃഷ്ണയൊക്കെ ഇങ്ങനെ തലയിൽ കയറി നിരങ്ങുന്ന കഥാപാത്രം. എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. ഇയാളങ്ങ് വടി കണക്ക് നിൽക്കുകയാണ്. ഇതായത് നമിത പ്രമോദ് സൗബിനും ആയിരുന്നാലും ശാന്തി കൃഷ്ണയും മനോജ് കെയും ആയിരുന്നാലും ആണുങ്ങളൊന്നും മിണ്ടാൻ പാടില്ല. ആണുങ്ങൾ മിണ്ടാതിരുന്ന് ഇവർ പറയുന്ന കുറ്റവും കുറവും വഴക്കും കാര്യങ്ങളൊക്കെ കേട്ട് നിന്നോണം. നമിത പ്രമോദിൻ്റെയൊക്കെ ആദ്യ ഭാഗത്തുള്ള ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത വല്ലാത്ത ഒരു പെർഫോമൻസ്. എന്ത് പറയാനാണ്, ഇതൊക്കെയാണ് ആ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ ആണുങ്ങളൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് പോലും നോക്കുത്തുള്ള കണക്കിങ്ങനെ ഇതാണ് രീതി. എന്ത് പടവും എടുത്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. വെറും കറിവേപ്പിലാക്കുന്ന സിനിമ. ഇത് അവസാന നിമിഷം വരെ അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അങ്ങോട്ടൊരു പ്രതികരണം പോലെ സാബിനൊന്ന് പൊട്ടിക്കും നമിത പ്രമോദിന്. അത് തട്ടിൽ ഡേവിഡ് ഞാൻ അടിക്കുന്ന ഒരു സമയത്ത് എല്ലാം കൊണ്ട് ഒരുമാതിരി ഫെമിനിസത്തെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം. ഒരു അഹങ്കാരിയായ അമ്മായിയമ്മ അവരുടെ മോളായിട്ട് നമിത പ്രമോദ് വിട്ട അതേ ഡബിൾ കോപ്പി. ക്ലൈമാക്സിലെ വൺ ട്വിസ്റ്റ്, ഈ അമ്മായിയമ്മ മരിക്കും കിണറ്റിൽ വീണ്. കുറേ നോട്ട് കെട്ടുകളും കൊണ്ടൊക്കെ കിണറ്റിൽ വന്ന് വീണ് 1,50,000 രൂപയുടെ ഒരു ഇതൊക്കെ കിണറ്റിലൊക്കെ വീണ് മരിക്കും. കൊച്ചുമോൾ ജനിക്കും. പക്ഷേ ശേഷമാണ് ഈ അമ്മായിയമ്മ അമ്മ മരിക്കുന്നത്. ഇവരെ ബാധ ആ കൊച്ചിൻ്റെ പുറത്ത് കയറിയാണ്. അത് അവർ ഇത് ഒന്നുകൂടെ ജനിച്ചാണെന്ന് അറിയാൻ പോയി. അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തോന്നടി ഇതൊക്കെ. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് ആ കൊച്ച് ജനിച്ച് കഴിഞ്ഞ് പിന്നെയാണ് ശാന്തി കൃഷ്ണ മരിക്കുന്നത്. ആ കൊച്ചൊരു ഒരു പ്രശ്നക്കാരിയായിട്ട് ഒരു വല്ലാത്തൊരു ടൈപ്പിലൊക്കെ വരികയാണ്. അത് ഒരു ഫെമിനിസത്തിന് ലൈറ്റ് ടച്ച്. അതായത് ആണുങ്ങളൊക്കെ ഉപദ്രവിക്കുക, കൊച്ചു പയ്യന്മാരില്ല അവരുടെ കറി അടിയുണ്ടാക്കുന്ന രീതി. അപ്പോഴേ ക്യാമറ നേരെ ഒന്ന് ശാന്തി കൃഷ്ണയെ കാണിക്കണം. അത് പ്രേതബാധ കൂടിയതാണ്, അതാ ഇനി ആത്മാവ് കയറിയാണ്, അതാ ഇനി പുനർജന്മമാണെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചു ജനിച്ചിട്ടാണ് ഇവർ മരിക്കുന്നത്. എന്തൊക്കെ ട്വിസ്റ്റ് കാണുന്ന, എനിക്കത് പൊട്ടന്മാരാക്കിയാണ് ആൾക്കാരെ. ഒരു പിടുത്തവും ഇല്ല. പിന്നെ അങ്ങനെ പോകുന്ന ഒരു കഥ. ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ടാണെങ്കിൽ വക്കീലാണ്. വക്കീൽ വന്നിട്ട് ഡിവോഴ്സ് ആക്കിത്തരും, നഷ്ടപരിഹാരം മേടിച്ച് തരും, കിഡ്നി വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ. അയ്യോ, അങ്ങനെയൊക്കെ പോകും. ഇതിൻ്റെ ഇടയിൽ കൂടെ സൗബിൻ എന്തൊക്കെയോ കാണിക്കുന്നു. അതായത് എൻ്റെ കൊച്ചിൻ്റെ അച്ഛന് നീ ആവണോടാന്നൊക്കെ പറഞ്ഞുള്ള പഴയ കണക്കത്തെ കുറേ രീതികൾ. എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണമെന്നൊരു പിടുത്തമില്ല. മച്ചാൻ്റെ മാലാഖ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഈ സിനിമയ്ക്ക് ഒട്ടും യോജിച്ചതുമല്ല. പിന്നെ ഈ സിനിമ മികച്ച സിനിമയാകുമായിരുന്നു ഈ ഫെമിനിസത്തിന് അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കാതെ പക്ക ഒരു കുടുംബ പടമായിട്ട് എടുത്തിരുന്നെങ്കിൽ നല്ല പോലെ ഹിറ്റടിക്കേണ്ട സിനിമയായിരുന്നു. ഇത് കാണുന്ന ആണുങ്ങൾക്ക് എടുത്ത് ഫോണൊക്കെ എടുത്ത് എറിയാൻ തോന്നും. അത്രയ്ക്കൊരു തൊലഞ്ഞ അഭിനയമാണ് ഈ സൗബിൻ സാഹിറും ഈ മനോജ് കെയും ഒക്കെ എന്നത് കാണിച്ചു വെച്ചിരിക്കുന്നത്.
ഈ പെണ്ണുങ്ങളെ കയറിയങ്ങ് ഭരിക്കുകയാണ്. നിങ്ങളെ അക്ഷരം മിണ്ടിപ്പോവില്ല. മിണ്ടുന്നില്ല. ഇതാണ് രീതി. ഇതാണ് ഈ സിനിമയുടെ തീമെന്ന് പറയുന്നത്. ഇങ്ങനെ 2 മണിക്കൂറും 5 മിനിറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഈ സിനിമ എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഒരിടത്തൊക്കെ നല്ല ശക്തമായ പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്ന രീതിക്ക് എടുത്തു വെച്ചിരുന്നെങ്കിൽ ഗംഭീരമായി. ഇത് പഴയ സിനിമയുടെ ഒരു തീം ബോബൻ സാമുവൽ പിടിച്ചു വെച്ചതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഔസേപ്പച്ചനും ലാൽ ജോസൊക്കെ ഒരു വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വക്കീലന്മാരാണ്. ലാൽ ജോസ് ജഡ്ജി, ഔസേപ്പച്ചൻ ധ്യാൻ്റെ ഹെഡ് വക്കീൽ. ഒരു ഉപയോഗമില്ല. വന്നിട്ട് എന്താ കാണിച്ചിട്ടൊക്കെ പോയി. ഇമ്പാക്റ്റ് ഒന്നുമില്ല. പിന്നെ കുടുംബ കോടതിയുണ്ടേ. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രഡിഷൻസൊക്കെ വരുന്നത്. അതായത് ഓരോ കാര്യം ചോദിക്കാൻ വേണ്ടി നമിത പ്രമോദ് അങ്ങോട്ട് എണീക്കുന്നു. ലാൽ ജോസ് ചോദിക്കുകയാണ് എന്താണ് ബിജിമോൾക്ക് പറയാനുള്ള കാര്യം. ബിജിമോൾ അപ്പോഴേ ഒരു തലകറങ്ങി വീഴാണ്. ഒട്ടും ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. എന്തോ അഭിനയിച്ചങ്ങ് കോഴി നടക്കണം എനിക്ക് തോന്നി. ഒട്ടും ഒരു റിയലിസ്റ്റിക് ഇല്ല. വന്ന് വീണത്. അപ്പോഴും നമുക്ക് ഊഹിക്കല്ല എന്താണ് സംഭവം. ഗർഭം ഇത് തന്നെയാണ്. അത് തന്നെയാണ് കാര്യം. പിന്നെ ഗർഭിണിയായ ഭാര്യയെ കാണാൻ വേണ്ടി അമ്മയമ്മ സമ്മതിക്കൂല. അങ്ങനെ കുറേ ഇല്ല. അപ്പോഴും അച്ഛൻ, അതായത് ഇവരെ മോളെ അച്ഛൻ വടി കണക്ക് നിൽക്കുകയാണ്. അവിടെ പെണ്ണും പിള്ള തീരുമാനിക്കും കാര്യങ്ങൾ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അങ്ങനെ അവസാനം പോകാൻ നേരത്ത് ഇമോഷണലി ആവുന്ന നടി നമിത പ്രമോദ് കുഞ്ഞിനെ കൊണ്ട് അച്ഛനെ കാണിക്കുന്ന സമയത്താണ് കിണറ്റി വീഴുന്ന അമ്മ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കാണിച്ചു. പിന്നെ ഒരു ബ്രില്യൻസ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആദ്യമേ ഒരു പോത്തിനെ മേടിക്കും ശാന്തി കൃഷ്ണ. അത് വളർന്ന് വലുതായി വെട്ടുന്ന പാകത്തിലാവുന്ന ഒരു ടൈമിലാണ് കഥ അവസാനിക്കുന്നത്. അതൊരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത് മാത്രമാണ് ഒരു ബ്രില്യൻസ് ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഒരുമാതിരി ഫെമിനിസ്റ്റ് പരിപാടികളാണ് എനിക്ക് തോന്നിയത്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾ ക്ഷമയോട് കൂടി നിന്ന് കാണുക, പെണ്ണുങ്ങൾ എൻജോയ് ചെയ്ത് കാണും. ഇതാണ് മച്ചാൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. ആണുങ്ങളൊന്നും മിണ്ടരുത്, പെണ്ണുങ്ങൾ പറയും കേട്ടോണം. ഭാര്യയായാലും അല്ല ഭർത്താവായിരുന്നാലും അച്ഛനായിരുന്നാലും പെണ്ണുങ്ങൾ പറയും കേട്ടോണം. പെണ്ണുങ്ങൾക്ക് അടിക്കാം, ചെവിക്കൽ പുളക്കൊക്കെ അടിക്കാം. അതിനകത്ത് തട്ടിൽ ഡേവിഡിനെയൊക്കെ അറിഞ്ഞ് കയറ്റുന്നുണ്ട് നമിത പ്രമോദ്. തിരിച്ചെ കൊന്നിട്ടാണെങ്കിൽ നമിത പ്രമോദൊന്നും ഇല്ല. ഇത് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് പടമാണ്, എന്ത് ഒരുമാതിരി. ബോബൻ സാമുവലൊക്കെ എത്രയോ നല്ല പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇങ്ങനത്തെ ഒരു തൊലഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് നാലോചിക്കുവാണ് ഒരു വിഷമം തോന്നിപ്പോകുന്നത്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. മച്ചാൻ്റെ മാലാക ഒരു ഫാമിലി ഡ്രാമ സിനിമ. വേണമെങ്കിൽ ഇരുന്ന് കാണാം. ക്ഷമയോടുകൂടി ആണുങ്ങൾ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പലതും തോന്നിപ്പോവും. പിന്നെ കുടുംബം കലക്കാനൊക്കെ ഇത് മതി. ഇനി ഇത് കണ്ടിട്ട് എത്ര പെണ്ണുങ്ങൾ അങ്ങനെ മാറുന്നു ഇങ്ങനെ മാറുന്നൊക്കെ ഇനി കണ്ടറിയണം. അതൊക്കെ തന്നെ ഉള്ളത്. പിന്നെ ഇതാണ് മച്ചാൻ്റെ മാലാക എന്ന് പറഞ്ഞ എൻ്റെ സിനിമയുടെ പറ്റിയുള്ള എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മറ്റ് സിനിമയുടെ വിശിഷ്ടം സൈനിങ് ഔട്ട്. ബൈ. കൂടുതലൊന്നും പറയാനില്ല. പക്കാ ഫെമിനിസ്റ്റ് പടം. ഞാൻ വേറെ എന്ത് പറയാനാണ്. ക്ഷമയോട് കൂടി കിടന്ന് കണ്ടു തീർക്കാം. അമ്മാതിരി പടം. ഇത്രയുള്ളൂ പറയാനായിട്ട്.